ശ്രീ ശബരിനാഥ്, നോക്കൂ, ഇപ്പൊ ധനമന്ത്രി അടക്കം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ബജറ്റ് അവതരിപ്പിക്കും എന്ന് ആണ് നിങ്ങൾ പറയുന്നത്. അതായത് ഇത്രയധികം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ പറയുന്നത് ഇതല്ല ബജറ്റ്, ഞങ്ങൾ അവതരിപ്പിക്കും എന്നാണ്. അതായത് നിങ്ങൾ അധികാരത്തിലേറിയാൽ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിൽ ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്നാണോ? അല്ല, ആദ്യമേ തന്നെ ഈ ഒരു ബഡ്ജറ്റിൻ്റെ ഇതൊരു സാങ്കേതികമായിട്ടുള്ള പക്ഷേ ഒരു കാവൽ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ അവസാന കാവൽ കാലഘട്ടത്തിലുള്ള ഒരു ബഡ്ജറ്റാണ്. നമ്മൾ ഈ ചാനൽ കാണുന്ന ആളുകളുടെ ഒരു അറിവിലേക്കായി ഇപ്പോൾ ഈ ബഡ്ജറ്റ് ഇത് ബഹുമാനപ്പെട്ട മന്ത്രി ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പ്രഖ്യാപിച്ചു. ഇതിനുശേഷം ഈ ബഡ്ജറ്റിൻ്റെ മേൽ ചർച്ചയുണ്ടാകുന്നു. ഈ ബഡ്ജറ്റ് നിയമസഭ ഈ ഫെബ്രുവരി മാസം എനിക്കൊന്ന് 6-ാം തീയതിക്കുള്ളിൽ പാസ്സാക്കുന്നു. ആ പാസ്സാക്കിയതിന് ശേഷം പിന്നെ നിയമസഭ കൂടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഏകദേശം ഒരു 30 ദിവസം കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞ് പുതിയ ഒരു മന്ത്രിസഭ വരും. അത് പൂർണ്ണമായും നമുക്ക് വിശ്വാസമുണ്ട് UDFൻ്റെ ഒരു മന്ത്രിസഭയാണ്. അപ്പോൾ ആ മന്ത്രിസഭ മാനിഫെസ്റ്റോയിൽ പറയുന്നതനുസരിച്ചിട്ടുള്ള ഒരു പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള നല്ല അംശങ്ങൾ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരും. എന്നുമാത്രമല്ല, വികസനം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണല്ലോ. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഈ ഒരു ബഡ്ജറ്റിൽ എനിക്കൊരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഇന്ന് ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്തി, കുറേയേറെ നല്ല പ്രഖ്യാപനങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 2-3 ബഡ്ജറ്റിലൊന്നും ഈ പ്രഖ്യാപനം കണ്ടില്ല? ഒരു ചെറിയ ഉദാഹരണം, ശമ്പള പരിഷ്കരണം. ശ്രീ ജയചന്ദ്രൻ എവിടെ ഇരിപ്പുണ്ട്, നാട്ടുകാരനാണ് അദ്ദേഹം. 2024 ശമ്പള പരിഷ്കരണത്തിൻ്റെ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന കമ്മിറ്റി വെക്കേണ്ടിയിരുന്ന സമയം. 2024 ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മിറ്റിയെ വെക്കാതെ ഇന്നത്തെ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം ക്ലിയർ അല്ലേ? അടുത്ത വരുന്ന സർക്കാർ, അടുത്ത UDF സർക്കാരായിരിക്കണം ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകത്തുമില്ല. പറഞ്ഞു വന്നത്, ഇതിനകത്ത് ഒരു ഓണസ്റ്റി ഇല്ല, ഒരു സത്യസന്ധതയില്ല. കുറേയേറെ കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും നടപ്പിലാക്കേണ്ട ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇതിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്ത് കാണിക്കണമായിരുന്നു. അത് നിർഭാഗ്യവശാൽ പല കാര്യങ്ങൾ ചെയ്ത് കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ ഒരു ഞെരുക്കം, സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇന്ന് നമ്മൾ പോവുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സനോജ് പറഞ്ഞൊരു പോയിന്റ്, കേന്ദ്രത്തിൻ്റെ സഹായക്കുറവ്. കേരളമടക്കം, തമിഴ്നാടടക്കം, കർണാടകമടക്കം, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ കേന്ദ്രത്തിൻ്റെ ഈ ഫെഡറൽ നയങ്ങൾ കാരണമുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതുമാത്രമാണോ പ്രശ്നം? കേന്ദ്രത്തിൻ്റെ സഹായക്കുറവും അതോടൊപ്പം നിങ്ങളുടെ മിസ്മാനേജ്മെൻറ്റും കാരണമാണ് ഈ സാമ്പത്തിക രംഗം തകർന്നിരിക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ പല കാര്യങ്ങളും DA കൊടുക്കാൻ പറ്റാത്തതിനുള്ള കാരണം പറയുന്നു. 5-6 ഗഡു DA കൊടുക്കാൻ ബാക്കിയുള്ളതിൻ്റെ കാരണമായി നിങ്ങൾ പറയുന്നത് DA കൊടുക്കാനുള്ള പണമില്ല. സർക്കാരിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണമെങ്കിൽ DA കൊടുത്താൽ മതി എന്നുള്ള ആ കാര്യമാണ് കോടതിയിൽ അഫിഡവിറ്റ് പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ ധൂർത്തിനൊരു കുറവുമില്ലല്ലോ. ഇപ്പോൾ ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ അവസാനം 3 മാസത്തേക്ക് എന്തിനാണ് ഒരു പുതിയ വാഹനങ്ങളുടെ സെറ്റ് വാങ്ങിക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ ആഘോഷ മഹാമഹങ്ങൾ, ഇതൊരു ഫെസ്റ്റിവൽ സർക്കാരായി മാറിയിരിക്കുകയാണ്. ഏകദേശം 10-20 കോടി ഓരോ പ്രോഗ്രാമിന് സ്പെൻഡ് ചെയ്യുകയാണ് ഇവിടെ. അതിൻ്റെ ആവശ്യം എന്താണ്? അതിന് പകരം ഈ ട്രൈബൽ മേഖലയിലുള്ള ആളുകളുടെ ഫണ്ട് 30% മാത്രം നടപ്പിലാക്കിയിട്ടുള്ള ട്രൈബൽ മേഖലയിലെ ഫണ്ട്, SC മേഖലയിലെ ഫണ്ട്, അല്ലെങ്കിൽ നെല്ല് സംരംഭകർക്ക് കൊടുക്കാനുള്ള പണം, അല്ലെങ്കിൽ ക്ഷീര കർഷകർക്ക് കൊടുക്കാനുള്ള പണം, അല്ലെങ്കിൽ നാളികേരത്തിന് കൊടുക്കാനുള്ള പണം, അതല്ലെങ്കിൽ ഇവിടെ ആശുപത്രികൾ കൊടുക്കാനുള്ള കാരുണ്യയുടെ ഫണ്ട്, അതൊന്നും നിങ്ങൾക്ക് പ്രയോറിറ്റി അല്ല. കാരണം കേന്ദ്ര സർക്കാർ പണം വരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ധൂർത്ത് കാണിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അവരെ സ്ഥിരപ്പെടുത്തുവാനും അവർക്കുള്ള സഹായങ്ങൾക്കും അടിസ്ഥാന സൗകര്യത്തിനും ഒക്കെ പണത്തിനൊരു കുറവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ബഡ്ജറ്റിൽ ഒരു സത്യസന്ധതയില്ല. പല കണക്കുകളും നമ്മൾ നേരിട്ട് വായിക്കുകയാണെങ്കിൽ ഇതിലെ സത്യസന്ധതയുടെ ഒരു നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് ഈ ഫസ്റ്റ് പോയിന്റ് നിർത്താം. ഞാൻ 2025-26 കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എടുത്തു. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ ഡോക്യുമെൻ്റ് ഞാൻ നോക്കിയപ്പോൾ അതിൽ പോയിന്റ് നമ്പർ കഴിഞ്ഞ ബഡ്ജറ്റിൽ 593 നമ്പർ പോയിൻ്റാണ് മെഡിക്കൽ പബ്ലിക് ഹെൽത്ത് മേഖലയുടെ ഔട്ട്ലേ. ഞാൻ ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത് പോയിന്റ് നമ്പർ 593 കഴിഞ്ഞ ബഡ്ജറ്റ് സ്പീച്ചിലാണ്. ഓവറോൾ പ്ലാൻ ഔട്ട്ലേ ഫോർ മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് സെക്ടർ ഈസ് എൻഹാൻസ് ടു 2900 കോടി. എന്ന് വെച്ചാൽ പബ്ലിക് ഹെൽത്തിനും മെഡിക്കൽ ഔട്ടിനും കൂടി കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് പറയുന്നത് 2915 കോടി രൂപ നമ്മൾ നൽകിയിരിക്കുകയാണ്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ 544 പോയിന്റ് പറയുകയാണ്, പ്ലാൻ അലോക്കേഷൻ ഫോർ മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് സെക്ടർ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ടു 2500 കോടി. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറയുന്നു നമ്മൾ ഒത്തിരി കൂട്ടി 2900 കോടി രൂപയാണ് പബ്ലിക് ഹെൽത്തിനും മെഡിക്കലിനും വെച്ചിരിക്കുന്നത്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ പറയുന്നു നമ്മൾ കഴിഞ്ഞ തവണേക്കാളും ഒത്തിരി മുന്നോട്ട്, എത്ര 400 കോടി കുറഞ്ഞേക്കുക. അപ്പൊ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? വായി തോന്നുന്ന കാര്യങ്ങൾ എഴുതി ഞാൻ രേഖാസഹിതം പറയുകയാണ്. ചെക്ക് ചെയ്യാം. പോയിന്റ് നമ്പർ 593 കഴിഞ്ഞ ബഡ്ജറ്റ്, പോയിന്റ് നമ്പർ 544 ഈ ബഡ്ജറ്റിൽ. ശരി, ഈ ബഡ്ജറ്റിന്റെ ആത്മാർത്ഥതയില്ലായ്മ എന്ന് ശ്രീ KS ശബരിനാഥൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു.